ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പഞ്ച് EV ആണ്. ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ POV ഡ്രൈവ് ആയിരിക്കും ഇന്ന് എടുക്കുന്നത്. ഈ വണ്ടി ടാറ്റ കെർവിൽ നിന്ന് ചെറുതാണ്, ടിയാഗോയിൽ നിന്ന് വലുതുമാണ്. ഇതൊരു പ്രത്യേക ഒരു ഡിസൈനാണ്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല പവറാണ്. EV ആണ് വണ്ടി, എൻജിനില്ല, ഇലക്ട്രിക്കലി ആണ് വണ്ടി, ഇലക്ട്രിക് വെഹിക്കലാണ്. ഇത് EVയുടെ ബാഡ്ജിങ് EV. ഇത് ഡിസ്ക്കാണ് ഫ്രണ്ട് വരുന്നത്, ബാക്കും ഡിസ്ക് തന്നെയാണ്, 4 ഡിസ്ക്കാണ് വരുന്നത്. വണ്ടി സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടിയാണ് പഞ്ചിൻ്റെ EV വെഹിക്കിൾ. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് നോക്കാം. ബൂട്ട് സ്പേസ് ഇതാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ വരുന്നൊരു ബൂട്ടാണ്. ടയറും ഇതിനകത്ത് ടയറും സ്റ്റെപ്പിനിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. LED ടൈൽ ലൈറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ORVM വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് നോക്കാം. ഇൻറ്റീരിയർ വരുമ്പോൾ ടാറ്റയുടെ തന്നെ പുതിയ മോഡൽ സ്റ്റിയറിംഗ് വീലാണ്, എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, പിന്നെ ഗിയർ നോബ് ഇൻസ്പയർഡ് ഫ്രം ജാഗോർ ആണ്. പിന്നെ പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ്, കംഫർട്ട് മോഡ്, പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് ചാർജിങ് വയ്ക്കാം, സിഗരറ്റ് ലൈറ്റർ, പിന്നെ USB, പിന്നെ ഫാസ്റ്റ് ചാർജർ, പിന്നെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ സീറ്റിൽ പറയുകയാണെങ്കിൽ സീറ്റിൽ വരുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റാണ്, വെൻറ്റിലേറ്റഡ് സീറ്റ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഓപ്പൺ ഡോറാണ് വരുന്നത്. 90 ഡിഗ്രി നമുക്ക് ഇറങ്ങാനും കയറാനും ഈസി ആക്സസ് ആണ്. 90 ഡിഗ്രിയാണ് കേട്ടോ, 90 ഡിഗ്രി L ഷേപ്പിനാണ് ഡോർ ഓപ്പണിങ് വരുന്നത്. അത് ഈ ഡോർ മാത്രമല്ല, ബാക്ക് ഡോറായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മുതിർന്നവർക്ക് ഇല്ലെങ്കിൽ മുട്ടിന് വേദനയോ നടുവേദനയോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കയറാം. എങ്ങനെ വേണേൽ കയറാം, നേരെ കയറാം, ചരിഞ്ഞ് കയറാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ POV ഡ്രൈവിലോട്ട് കിടക്കാം. ഇതിൽ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് വണ്ടി കീലെസ് എൻട്രി, കീലെസ് സ്റ്റാർട്ട് ഓപ്ഷൻ, പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്കിംഗ് ബ്രേക്ക് ഓഫ്, സീറ്റ് ബെൽറ്റ്, മിറർ അഡ്ജസ്റ്റ്, രണ്ട് സൈഡ് മിറർ അഡ്ജസ്റ്റ്, ഇൻഡിക്കേറ്റർ, ഗോ. റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ്. ഇതിപ്പോൾ നോർമൽ മോഡാണ് കിടക്കുന്നത്. നമുക്കിതിന് ഇനി സ്പോർട്സ് മോഡിലോട്ടാക്കാം. സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ്. ഇനി ഇതിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള രീതിയിലാണ് വണ്ടി പോകുന്നത്. വണ്ടി കൊള്ളാം അല്ലേ? ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്? 360 ക്യാമറ വരുന്നുണ്ട്. മാത്രമല്ല ഇത് ഓൾമോസ്റ്റ് 10.25 ഇഞ്ച് തന്നെയാണ് സ്ക്രീൻ. ഇതിന് 10.25 ഇഞ്ച് സ്ക്രീനും പിന്നെ 360 ക്യാമറ, നാവിഗേഷൻ കാണിക്കും, ബ്ലൈൻഡ് വ്യൂ മിറർ ഉണ്ട്. പക്ഷെ നല്ല പവർ ഉണ്ടല്ലേ വണ്ടി. ഇത് എത്ര വാട്ട്സ് ആണ് വരുന്നത്? ഇത് 35 കിലോവാട്ട്സ് ബാറ്ററി ബാക്ക് വരുന്നത്. ഇതിൽ തന്നെ MR വേരിയന്റ് വരുന്നുണ്ട്, LR വേരിയന്റ് വരുന്നുണ്ട്. ഇത് LR ലോങ് റേഞ്ച്, MR വരുമ്പോൾ മീഡിയം റേഞ്ച്, മിഡ് റേഞ്ചിൻ്റെ. ബേസ് മോഡലൊക്കെ MR ആയിരിക്കും. നോക്കുമ്പോൾ ഇതിൽ 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. 3 ഡ്രൈവ് മോഡ്. ഇതിൽ സ്പോർട്സ് വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, സിറ്റി, 3 മോഡ്.
വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഡിഫോൾട്ട് ആയിട്ട് സിറ്റി മോഡായിരിക്കും. സ്പോർട്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സ്പോർട്സ് മോഡലിൽ ഇത് ആക്സിലേഷൻ ഫുൾ പവർ, ഇതിന്റെ വണ്ടിയുടെ ഫുൾ പവർ കിട്ടും. പക്ഷേ ഇലക്ട്രിക് വണ്ടി തന്നെയാണ് എനിക്ക് തോന്നുന്നു സിറ്റി ഡ്രൈവിന് കംഫർട്ട് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും. കാര്യം ഈ പറഞ്ഞ കണക്ക് നല്ല പവറും ഉണ്ട്, മൈലേജ് ഇപ്പം കുറവാണെങ്കിലും ചാർജ് ചെയ്താൽ മതിയല്ലോ വണ്ടി. ചുമ്മാ പെട്രോൾ പമ്പിലോട്ട് കയറണ്ട. ഇതിന്റെ 80 പ്ലസ് എന്ന് പറയുന്ന വേരിയന്റാണ് എല്ലാവർക്കും സൺറൂഫ് ഉള്ള പ്ലസ് വിത്ത് സൺറൂഫ്. ഇതിൽ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുണ്ട്. IRVM ഉണ്ട്, ഓട്ടോ ഡിമ്മിങ് ആണ്. ഇതിൽ IRVM വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പാനോരമിക് അല്ല, നോർമൽ സൺറൂഫ്, നോർമൽ ചെറിയൊരു സൺറൂഫ് വരുന്നുണ്ട്. ഓട്ടോ ഹെഡ്ലാമ്പ്, റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോ ഹെഡ്ലാമ്പ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളും, പിന്നെ ഓട്ടോ ഫോൾഡ് മിറർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് IRVM, ORVM വരുന്നു. പിന്നെ ഇതുകൂടെ ടച്ച് പാനൽ തന്നെയാണ് വരുന്നത്. ഓട്ടോ ക്ലൈമറ്റ് AC വിത്ത് ടച്ച് സ്ക്രീൻ. സെൻട്രൽ ലോക്കിംഗ് കൂടെ ചെയ്യാൻ പറ്റും. സെൻട്രൽ ലോക്കിംഗ് ചെയ്യാൻ 360 നോക്കാനും പറ്റും. ഫ്രണ്ട് കാണിക്കൂല അല്ലേ? നമ്മൾ 20 km സ്പീഡിലേക്ക് കാണിക്കുന്നത്. ഇപ്പൊ കാണിക്കോ? ഇപ്പോഴും കാണിക്കും. നമ്മുടെ ഫ്രണ്ടിലെ വണ്ടി സൈഡ് വ്യൂ, ബാക്ക് വ്യൂ, ലെഫ്റ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. 3D വ്യൂ കിട്ടും. 20 km സ്പീഡ് കഴിഞ്ഞാൽ ഓട്ടോ കട്ടാവും. വണ്ടി ഇങ്ങനെ വർഷാവർഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട്. വെന്റിലേഷൻ സീറ്റ്. അതിവിടെ ഒരു ബട്ടൺ ഇതാക്കി കഴിഞ്ഞാൽ സീറ്റിൻ്റെ അടുത്തൊരു ബട്ടൺ വരും. ഇതിൽ തന്നെ 3 സ്പീഡ് ഉണ്ട്, 1, 2, 3. നമുക്ക് ഇപ്പം നല്ല സമയമൊക്കെ ആണെങ്കിൽ 3 സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും വിയർക്കത്തില്ല. നൈറ്റൊക്കെ ആണെങ്കിൽ 1 സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കും EVയും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ പവർഫുള്ളാണ്. ഇൻസ്റ്റന്റ് ഒരു എന്താ പറയുക, ഒരു ടോർക്ക് പോലും ലോസ് വരാണ്ട് ഫുൾ എനർജി നമുക്ക് വീലിലോട്ട് കിട്ടും ഡ്രൈവ് ചെയ്യാം. കുറച്ച് ലോസ് വരും, പവർ ലോസ് ഉണ്ടാവും. ഇത് പിന്നെ അതില്ല, സഡൻലി അങ്ങ് പോവുക ടയറിലോട്ട്. ടയർ തേയ്മാനം മാത്രം കുറച്ച് കൂടുതലായിരിക്കും പെട്രോൾ ഡീസൽ വണ്ടി അപേക്ഷിച്ച്. പക്ഷെ നമുക്കത് മൈലേജിൽ പിടിക്കണം. റീജനറേഷൻ ഇതിൽ എത്ര സ്റ്റെപ്പ്? റീജനറേഷൻ 3 വേ. പാഡൽ ഷിഫ്റ്റിലാണ് റീജനറേറ്റ് ചെയ്യുന്നത്. L1, L2, L3. ഇത് കണക്കാ. റീജനറേഷൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും ഹൈ സ്പീഡിൽ. നമുക്ക് ബ്രേക്ക് പാഡ് ചെയ്യുന്നതും കുറയും. കാരണം ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് ആവും. എഞ്ചിനല്ല, മോട്ടോർ ബ്രേക്ക് ചെയ്യും. അപ്പം ബ്രേക്ക് പാഡിൻ്റെ യൂസേജ് കുറയും. ബ്രേക്ക് ഔട്ടുന്നതിനുപരി കാല് ആക്സിലറേറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല സ്ലോ ഡൗൺ ആവും. പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ബ്രേക്ക് പാഡ് നമുക്കൊരു പരിധി വരെ നന്നായിട്ട് ലാഭിക്കാൻ പറ്റും. ഇപ്പം L3 നല്ല അങ്ങ് സ്ലോ ആയി പെട്ടെന്ന്. ഒരു 35 സ്പീഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഒരു 20 സ്പീഡ് എത്തുക. നല്ലൊരു ഫീച്ചറാണ്. കാര്യം ചുമ്മാ ബ്രേക്കിൽ പിടിക്കേണ്ട കാര്യമില്ല. റേഞ്ച് കൂടുതലും കിട്ടും. ബ്രേക്ക് പാഡിന്റെ തേയ്മാനവും നന്നായിട്ട് കുറയും. വൈറ്റ് ലൈറ്റ് അല്ലേ വരുന്നത് ഇതില്? LED എല്ലാം LED ആണ്. അതുപോലെ DRL വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. കണക്റ്റഡ് DRLs ആണ് വരുന്നത്. കണക്റ്റഡ് DRLs ആണ്. സെറ്റ് ഇത് JBLന്റെ തന്നെയല്ലോ, ഹാർമന്റെ സെറ്റ്. അതായത് 9 സ്പീക്കർ ആണോ വരുന്നത്? 4 സ്പീക്കർ 2 ട്വീറ്റർ, എയർ ബാഗ് 4 എയർ ബാഗ്, 6 എയർ ബാഗ്. എയർ ബാഗ് എല്ലാം ഡിഫോൾട്ട് ആയിട്ട് 6 എയർ ബാഗ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട്. പഞ്ചിന്റെ EV മുതലാണ് 6 എയർ ബാഗ് ടാറ്റയുടെ എല്ലാ വണ്ടിയിലും വരുന്നത്. ടിയാഗോയും 5 പെട്രോളിലൊക്കെ 2 എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. ടിയാഗോയുടെ EVയിലും പെട്രോളിലും അതുപോലെ പഞ്ചിന്റെ പെട്രോളിലും 2 എയർ ബാഗ്സ് വരും. 2 എയർ ബാഗ്. 5 EV മുതൽ ടാറ്റയുടെ എല്ലാ വണ്ടികളിലും ബേസ് മോഡൽ മുതൽ. പക്ഷെ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലും ഈ ടാറ്റയുടെ വണ്ടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. കുഴിഞ്ഞ സീറ്റ് അല്ല, നമ്മൾ നല്ല
പൊങ്ങിയിരിക്കും. അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് പറഞ്ഞ ബോണറ്റ് കണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം, ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം വണ്ടി പറഞ്ഞ കണക്ക് ആക്സിഡന്റ് ഫ്രണ്ട് സൈഡ് നന്നായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചെറിയ ഇടവഴിയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അറിയാം വണ്ടി തട്ടൂല. മറ്റേത് നമുക്കൊന്നും കാണാണ്ട് ഊഹിച്ച് ഓടിക്കേണ്ടി വരും. കൺട്രോൾ വരുന്നു. അപ്പോൾ ഇറക്കത്തിൽ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി കൺട്രോളിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഹിൽ ഡിസെന്റ് കൺട്രോൾ ഇതിപ്പോൾ ഞാൻ ഓൺ ആക്കി. അപ്പോൾ ഇതിൽ എഴുതി കാണിച്ച് HDC ടേൺ ഓൺ. ഓക്കെ, നല്ല പവറാണ് വണ്ടി. സ്പീഡ് പെട്ടെന്ന് ഇൻസ്റ്റന്റ് പവറാണ്. അപ്പോൾ ഇതിൽ നിന്നും ചെറുതാണ് ടിയാഗോ ഇതിൽ നിന്നും പവറായിരിക്കും. കാരണം വെയിറ്റ് കുറവും കുഞ്ഞു വണ്ടി. ടിയാഗോ വരുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം 24 കിലോവാട്ട് ബാറ്ററി പാക്കേ വരുന്നുള്ളൂ. മാക്സിമം ഇതിന് 55 മീൻസ് 19 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 24 കിലോവാട്ട്സ് ലോങ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് മിഡ് റേഞ്ചിലാകുമ്പോൾ ഒരു 30 കിലോവാട്ട്സിന്റെ ബാറ്ററി പാക്കും അതുപോലെ മോട്ടറിന് വരുന്നുണ്ട്. ലോങ് റേഞ്ച് വരുമ്പോഴത്തേക്ക് 35 കിലോവാട്ടാണ് വരുന്നത്. പവർ കൂടുതലാണ്. ടിയാഗോ പവർഫുൾ ആണ്. സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഡോർ 90 ഡിഗ്രി ഓപ്പൺ ആണ്. അതെ, അതൊരു നല്ല ഫീച്ചറാണ്. കാര്യം ഈ വയസ്സായ ആരെങ്കിലും ആണെങ്കിൽ തന്നെയും ഇപ്പൊ മുട്ടിന് വല്ല പ്രശ്നമോ അല്ലാതെയോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഡോർ ഇത്രയും തുറക്കുന്നതുകൊണ്ട് എങ്ങനെ വേണേ കയറാം. നേരെ കയറാം, ചരിഞ്ഞിരുന്ന് കയറാം, തിരിച്ച് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോവാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. വയർലെസ് ചാർജിങ് ടൈപ്പ് C to C വരുന്നുണ്ട്. ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ 2 കപ്പ് ഹോൾഡർ, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഗിയർ നോബാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്രോം ടൈപ്പ് ഡിസൈനിലാണ് ഗിയർ നോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ വരുന്ന എനിക്ക് തോന്നുന്നു മുമ്പത്തെ ജാഗ്വാറിനാണ്. അതായത് ജാഗ്വാറിന്റെ ഗിയർ നോബ് ഇത് കണക്കായിരുന്നു, ഇങ്ങനെ താഴ്ന്ന മേലെ. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടാറ്റ ഓൾറെഡി ജാഗ്വാറിനൊക്കെ മേടിച്ചല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഡിസൈൻ ആയിരിക്കണം ഇത്. കാര്യം ജാഗ്വാറിന്റെ XF മോഡലിനൊക്കെയാണ് ഇത് ഇങ്ങനെ താന്ന് അകത്തിരിക്കും. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ പൊങ്ങി വരും. ഇപ്പൊ ടാറ്റ ജാഗ്വാറിനെ മേടിച്ചല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഇതിനങ്ങനെ വന്നത്. എനിക്കിത് ആദ്യമേ കണ്ടപ്പോൾ ഞാൻ ജാഗ്വാറിൻ്റെ 2015 XF മോഡലൊക്കെ ഈ ടൈപ്പാണ് വന്നത്. ഇത് ഈ പഞ്ചായാലും നെക്സോൺ ആയാലും എല്ലാം നമ്മളുടെ പ്യുവർ ആക്റ്റീവ് EV എന്ന് പറയുന്ന EV പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മേക്കിങ്. ടിയാഗോ EV പ്ലാറ്റ്ഫോം തന്നെയാണ്. 5 മുതൽ. ഇത് റേഞ്ച് എത്രയാ വരുന്നത് നമുക്ക്? ലോങ് റേഞ്ച് ആണെങ്കിൽ 421 ആണ് കമ്പനി സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് പറയുന്നത്. 425 വരെ കിട്ടും. കസ്റ്റമറിന് ഒരു 380 400 വരെ അഡ്ജസ്റ്റ് വിത്ത് AC. 350 മിനിമം കിട്ടും. 350 എങ്ങനെ ഓടിച്ചാലും കിട്ടും. 350 റേഞ്ച് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ടു കോഴിക്കോട് എത്തത്തില്ല. തൃശ്ശൂർ, മലപ്പുറം തൃശ്ശൂർ വെച്ച് ചാർജ് ചെയ്തിട്ട് അടുത്ത പിന്നെ ഒരു 300 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് കാസർഗോഡ് എത്തും. അപ്പോൾ ഒരു തവണയും കൂടെ 2 ചാർജ് മതി. വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ചാർജും പിന്നീട് തൃശ്ശൂരിൽ നിന്ന് ഒരു ചാർജും ചെയ്താൽ കാസർഗോഡ് അനായാസം എത്താം. 40 മിനിറ്റ് കൊണ്ട് എത്തും. ഇപ്പൊ എല്ലായിടത്തും ചാർജറും കാര്യങ്ങളും ആയി. മാത്രമല്ല നമുക്ക് ഇതിൽ ഐറ EV എന്ന് പറയുന്ന ആപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. അതിലറിയാൻ പറ്റും കേരളത്തേക്ക് എന്തെങ്കിലും കിട്ടും. അതിൽ തന്നെ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ അറിയാൻ പറ്റും. പിന്നെ വണ്ടി ലോക്ക് അൺലോക്ക് ആപ്പ് വഴി തന്നെ ചെയ്യാനും പറ്റും. AC ഓൺ ചെയ്യുന്നത് നമുക്ക് ആപ്പ് വഴി ചെയ്യാൻ പറ്റും. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് അല്ലേ?
ഹില്ലി ഏരിയയിൽ ഓടിക്കാൻ EV നല്ല രസമാണ്. കാര്യം പവർ ലോസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വണ്ടി കയറി അങ്ങ് പോവും. കംഫർട്ടാണ്. പിന്നെ ഗിയറും ഇല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ റീജനറേഷൻ എന്താ കണ്ട. ഇതിപ്പം സ്പീഡ് 40 സഡൻലി 35 എത്തി. ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റ് നിർത്തും. ഇതൊരു ലെവൽ 3 റീജനറേഷനാണ് കിടക്കുന്നത് ഇപ്പോഴും. ഇതിനെ നമുക്കൊന്ന് ലെവൽ 2 ആക്കിയിട്ട് നോക്കാം. ലെവൽ 2 ആക്കി ഒരു 3 സ്പീഡ് വെച്ചാൽ കുറയുന്നത്. ലെവൽ 1 ആക്കിയാൽ ഇപ്പോൾ ഒരു 45 സ്പീഡിൽ നിന്ന് ലെവൽ 1 ആക്കി കഴിഞ്ഞാൽ ഒരു 2 സ്പീഡ് വെച്ച് 2 സ്പീഡ് 1 സ്പീഡ്. പക്ഷേ ലെവൽ 3 ആക്കി കഴിഞ്ഞാൽ ഒരു 6 സ്പീഡ് 7 സ്പീഡ് വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് സ്പീഡ് കുറയും. അത് ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് റീജനറേഷൻ ഓൺ ചെയ്തിടുക. ലെവൽ 3 ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക. ബ്രേക്ക് യൂസേജ് വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്ന കണക്ക് വണ്ടി നമുക്ക് നമ്മൾ മറ്റേ ഈ എന്താ പറയുക ഗെയിം കളിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റും. വൺ പെഡൽ തന്നെയാണ് ലെവൽ 3. കാര്യം ബ്രേക്ക് യൂസ് ഇല്ല. ഞാൻ ബ്രേക്ക് ഇപ്പോൾ ലെവൽ 3 ഇട്ടതിന് ശേഷം ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം ടാറ്റയെ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇത് അത്യാവശ്യം ഒരു മോശം റോഡാണ്. ഇതിപ്പോൾ പണി നടക്കുന്ന റോഡാണ്. പക്ഷെ എന്നാലും കംഫർട്ടിന് കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. വണ്ടി നല്ല കംഫർട്ടും ഉണ്ട്, ഓടിച്ചു പോകാനും പറ്റും. ഇതിന് എക്സ്ഷോറൂം എങ്ങനെ പ്രൈസ് വരുന്നത് ഈ ലോങ് റേഞ്ചിന്? ഇതിന് 10 ലക്ഷം രൂപ, 9.99, 9,99,000 എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് കുറഞ്ഞത് വരുന്നതോ? മീഡിയം റേഞ്ച് ബേസ് മോഡലാണ് 9 മീറ്റർ. ലോങ് റേഞ്ച് എത്ര വരുന്ന എക്സ്ഷോറൂം വരുന്നത്? അതിൽ ബഡ്ജറ്റിലാണ് വണ്ടി. ഇതിന് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണോ വാറണ്ടി? അല്ല, ഹരിയർ അൺലിമിറ്റഡ് അല്ലേ? നെക്സോണും അൺലിമിറ്റഡ് ആണ്, ലൈഫ് ടൈം വാറണ്ടി. അത് ഫസ്റ്റ് ഓണറിന് മാത്രമാണോ? 10 years ഓർ എത്ര കിലോമീറ്റർ? 2 ലക്ഷം കിലോമീറ്റർ. ആ ആ ആ. കഴിഞ്ഞ മാസം മുതലാണ് ലൈഫ് ടൈം ആക്കിയത്. അതിന് മുമ്പ് എടുത്ത കസ്റ്റമേഴ്സിനൊക്കെ ഇത് രാജ്യം കൊടുത്തിട്ടുണ്ട്. 45 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള എല്ലാ മോഡലിലും ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം 40 എന്നുള്ള ഒരു മോഡൽ സ്റ്റോപ്പ് ചെയ്തു. റേഞ്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ അൺലിമിറ്റഡ് വാറണ്ടി ആയതുകൊണ്ട് പേടിക്കേ വേണ്ട. വണ്ടി എടുത്തിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാറ്ററിയിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വാറണ്ടി കിട്ടും. എല്ലാവർക്കും എൻ്റെ POV വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഡീറ്റെയിൽസും പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യൂസുഫ് എന്നാണ് പേര്. പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.